ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മീനെ ഫ്ലൈറ്റൊക്കെ കയറ്റി വിട്ട് ഞാൻ ട്രെയിനൊക്കെ കയറി ഗുവാഹട്ടിയിലെത്തി. നമ്മൾ ബൈക്ക് വെച്ചിട്ട് പോയ ഹോസ്റ്റലോ എന്ന് പറഞ്ഞ ഹോസ്റ്റലിലെത്തിയേക്കാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഡോമിക്കുട്ടൻ്റെ ബ്രേക്കിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ ഇന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പോൾ അരുണാചലിലെ ചെറിയൊരു പോർഷൻ നമ്മൾ ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലോവർ ദിബാങ്, അരുണാചലിലെ ലോവർ ദിബാങ് ഡിസ്ട്രിക്റ്റിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇന്ന് റോയിങ് പോയി നാളെ അവിടുന്ന് അനീനിയിലേക്ക് പോകണം. അനീനി പോകണം എന്നുള്ള കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പതുക്കെ ഇന്ന് കയറണം. ഇന്ന് 160-170 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് ഈ റോയിങ് ടു അനീനി പോകുന്ന ഒരു സ്ട്രെച്ചിൽ ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ റൂട്ടിൽ നമുക്ക് വൈകുന്നേരം ഒന്ന് ഓടിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഒരു പോലീസുകാരനെ കടിച്ച് കയറി കൊന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനെ വെടിവെച്ചിട്ടു എന്നൊക്കെ കുറച്ചൊരു പറഞ്ഞു കേട്ടു, എനിക്കറിയില്ല. എന്തായാലും നമുക്കിന്ന് പതുക്കെ യാത്ര തുടങ്ങാം. വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈറ്റിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടോപ്പ് ബോക്സും ബാഗൊക്കെ കെട്ടി വെച്ചിട്ട് തിരിച്ച് കയറി വരാം കേട്ടോ. ഞാൻ റൂമൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. റൂമല്ല, ഡോർമെട്രിയാണ്. അപ്പോൾ ഇതൊരു 6 ബെഡിൻ്റെ ഡോർമെട്രി ആട്ടോ. ഇവിടെ ആൾക്കാർ പോയിട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ സ്റ്റേ നല്ലായിരുന്നു. അപ്പോൾ ബാത്റൂം ഉണ്ട് അറ്റാച്ച്ഡ്. പിന്നെ ഇപ്പുറത്തൊരു 8 ബെഡിൻ്റെ ഡോമുണ്ട്. പിന്നെ ഇത് ഫീമെയിൽ ഡോർമെട്രി ആണ്. ഇവിടെ ഒരു കോമൺ ഏരിയ ഉണ്ട്. പിന്നെ ഇത് രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകളാണ്, വലിയ ബെഡൊക്കെ ആയിട്ട്. ഇതേപോലെ താഴെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു 4 റൂമൊക്കെ. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും, ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, പ്രൊമോട്ട് ചെയ്യാണ്. പക്ഷേ അവരെനിക്ക് പൈസ തന്നിട്ടൊന്നുമല്ല. പക്ഷേ അവരോടുള്ളൊരു അടുപ്പം കാരണം പറയുകയാണ്. ഈ ഒരു ഭാഗത്ത് അരുണാചൽ, ഈസ്റ്റ് അരുണാചൽ, നാഗാലാൻഡ്, നോർത്തൊക്കെ വരുമ്പോൾ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കവർ ചെയ്യാം. ഈവൻ ദിബ്രുഗർ ആയാലും ഇവിടെ ഇവരുടെ ബോർഡിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്തൊന്നും അരുണാചലിലേക്ക് വരില്ല. ഇപ്പോൾ ഇവിടെ കറങ്ങാനുള്ള കുറേ സ്ഥലങ്ങൾ, കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഹോസ്റ്റൽ ബേസ് ആക്കിയിട്ട് ഈ ഭാഗത്ത് കുറേ ഭാഗത്ത് പോകാൻ പറ്റും കേട്ടോ. ആസാം കുറേ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മജൂലി ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പോയി വരാം. ഒരു 70-80 കിലോമീറ്ററോ അല്ലെങ്കിൽ 100 കിലോമീറ്ററിന് താഴെ ഉണ്ടാവുള്ളൂ. അപ്പം ശരിക്കും ഇത് ബേസ് ആക്കിയിട്ട് കുറേ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെൽമെറ്റൊക്കെ എടുക്കണം. ഇറങ്ങാം നമുക്ക്. ഓക്കെ, താങ്ക് യു. ബതാ ജ്യോതിക്കോ. നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇവിടെ അടുത്ത് നല്ല അടിപൊളി ദോശ കിട്ടുന്ന കടയുണ്ട്. 500 മീറ്ററേ ഉള്ളൂ. അവിടെ പോയി ദോശ കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. നമ്മുടെ ദോശ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചൂടാണ് കേട്ടോ, 27 ഡിഗ്രിയാണ്. പിന്നെ ഞാൻ ഈ സാധനം കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട്. രാത്രിയൊക്കെ അത്യാവശ്യം ചെറിയ തണുപ്പാണ്. ഇന്നിപ്പോൾ ഇത്രയും ദിവസമായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ആകെ മൂടിക്കെട്ടിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇവിടുത്തെ ദോശ ഉണ്ടല്ലോ, കിടിലൻ ദോശയാട്ടോ. കൺസിഡറിങ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം മാറി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണെങ്കിൽ കൂടെ നല്ല അടിപൊളി ക്രിസ്പി ദോശയാണ്. നല്ല സാമ്പാർ, നല്ല ചട്നി, പിന്നെ ഒരു തക്കാളി ചട്നി ഉണ്ട്. അതും ഭയങ്കര ടേസ്റ്റാട്ടോ. കേട്ടോ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് തന്നെ ഒരു 1.5 ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് ഒരു 1.5 ഒരു നേരമെങ്കിലും ഞാൻ ഇവിടുന്ന് ദോശ കഴിക്കുന്നു. മസാല ദോശ കഴിക്കാറ്. പക്ഷേ ഇന്നപ്പോൾ അത്രയും ഇഷ്ടമില്ല. ദോശ കഴിച്ചിട്ട് വന്നു വിചാരിച്ചു. അതിൽ വെള്ളം വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറിയിട്ട് ഒരു സ്ഥലത്ത് നല്ല ദോശ കിട്ടാന്ന് പറയുമ്പോൾ അതൊരു കൊതിയാണ്. ദിബ്രുഗഡ് ടൗണിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിത് നാഷണൽ ഹൈവേ 15ലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഇത് തിൻസുക്കിയൊക്കെ പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് 40-50 കിലോമീറ്റർ ഉള്ളൂ തിൻസുക്കിയ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് പോയാലാണ് എയർഫോഴ്സ് സ്റ്റേഷനാണ് കേട്ടോ. മോഹൻ ബാരി എന്ന് പറഞ്ഞിട്ടുള്ള എയർഫോഴ്സ് സ്റ്റേഷനാണ്. എയർപോർട്ടും എല്ലാം ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു 40-50 കിലോമീറ്ററിൽ നമ്മൾ തിൻസുക്കി എത്തും. തിൻസുക്കിയെ നമ്മളൊരു ഡീവിയേഷൻ എടുത്ത് റോയിങ് ഭാഗത്തേക്ക് പോകും കേട്ടോ. മൊത്തം ദിബ്രുഗഡിൽ നിന്ന് 160 കിലോമീറ്ററാണ് റോയിങ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ പോസ്റ്റഡ് ആണ്. അദ്ദേഹം ഭാര്യയും മകളും കൂടിയിട്ട്, അവരുടെ പേര് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർഫോഴ്സ് ബേസിൻ്റെ അകത്ത് പോയി അവരുണ്ടാക്കി തന്ന നല്ല നാടൻ ചോറും തോരനും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. കുറേ നേരം അവരുടെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞു. ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങി തന്നു. അപ്പോൾ നല്ല ഈവനിങ് ആയിരുന്നു. എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നിറച്ച് തേയിലത്തോട്ടം കേട്ടോ. അപ്പോൾ ഇത് ടീ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് ദിബ്രുഗറിനെ. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്.
ഓടിച്ചോടിച്ച് നമ്മൾ തിൻസുക്കിയ എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് പോയി ആ ഭാഗത്തേക്കാണ് തിൻസുക്കിയ. നമ്മൾ അതിന് പകരം ലെഫ്റ്റ് പോവാണ്. അതൊരു ഔട്ടർ റിംഗ് റോഡ് പോലെയാണ്. അപ്പോൾ ആ ഒരു ടൗണിൽ കയറാതെ അതിനെങ്ങനെ ചുറ്റിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല റോഡായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി മോശമായതാണ്. ഭയങ്കര അടിപൊളി റോഡാണ്. ഈ തേയിലയും തേയിലത്തോട്ടമൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിലുണ്ടല്ലോ, ഇത് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ? എനിക്ക് എപ്പോഴും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എനിക്ക് എപ്പോഴും നിർത്താൻ തോന്നും. അതുകൊണ്ട് ഞാൻ ഒന്ന് നിർത്തുക കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഇത് രസമാണെന്ന് നോക്കിയേ. ഇങ്ങനെ കിടക്കുക കേട്ടോ അറ്റം വരെ. ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്വാർട്ടേഴ്സ് മാത്രമല്ല, ആ ഒരു ഭാഗത്ത് ഇവിടുത്തെ തൊഴിലാളികളുടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള മിക്ക തൊഴിലാളികളെയും പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ മിക്കതും ട്രൈബൽസാണ്. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ട്രൈബൽസാണ് ഇവിടെ ഇപ്പോഴും ഈ തോട്ടത്തിൽ പണിയെടുക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന. ലക്ഷ്മി പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദിബ്രുഗർ വന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ തേയിലിനെ പറ്റി ഇൻ്റർനെറ്റിൽ വായിക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആസാമിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണെന്നും ഇതേ വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ മൂന്നാറിലൊക്കെ നട്ടു വളർത്തുന്നതെന്നാണ് കേട്ടോ. എനിക്ക് 36 വയസ്സായി. 36 കൊല്ലമായിട്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ തേയില ഇങ്ങനത്തെ ചെടിയല്ല, ഇത് മരമാണെന്ന്. ഇതിനെ ഇങ്ങനെ നുള്ളി കട്ട് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്കൊരു എന്താ പറയുക കുറ്റിച്ചെടി പോലെ തോന്നുന്നത്. ഇതിനെ ഇപ്പോൾ നമ്മൾ വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ ഇത് മരമാവുന്നു. എനിക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അത് പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ വളർത്തുന്ന ഈ വെറൈറ്റി ഈ ഒരു തേയില ഇതിനെ കട്ട് ചെയ്യാതെ പ്രൂൺ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വലിയ മരവും. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യമായിട്ട് തേയില കൾട്ടിവേറ്റ് ചെയ്ത സമയത്ത് ഇത് മരത്തു നിന്നാണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇവർ ആനപ്പുറത്ത് കയറി നിന്നിട്ടാണ് ഇതിൻ്റെ കിളിന്തല നുള്ളിയിരുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിൽ 30 അടി ഒക്കെ പൊക്കത്തിൽ ഇത് വളരും ഇത്ര. അപ്പം ആനപ്പുറത്ത് കയറി നിന്നിട്ടാണ് ഇതിൻ്റെ തേയില നുള്ളിയിരുന്നതെന്നൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ കഥയുണ്ട് കേട്ടോ. അതായത് ഇംഗ്ലീഷുകാർ അവിടെ നിന്ന് ചൈനയിൽ നിന്ന് തേയില അടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നടാൻ ശ്രമിച്ചു. ഇവിടെ വളർന്നില്ല ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം. അതുകൊണ്ട് അവരത് ഡാർജിലിങ്ങിൽ കൊണ്ടുപോയി. അപ്പോൾ ഡാർജിലിങ്ങിലുള്ള വെറൈറ്റി ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെ ഈ കാണുന്നതും നമ്മുടെ നാട്ടിൽ വളരുന്നതൊക്കെ ഇവിടുത്തെ ലോക്കലാണ്. ഇവിടുത്തെ ചില ട്രൈബ്സൊക്കെ പണ്ട് കാലങ്ങൾ തൊട്ട് ഇവിടെ തേയില ഉപയോഗിക്കുമായിരുന്നു. അപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ. ഇത് സംതാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സംതാങ് എന്ന് പറഞ്ഞിട്ട് ദ ടീ പീപ്പിൾ MKT എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ആംബുലൻസ് കിടക്കണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എന്തോ രോഗീനെയൊക്കെ കയറ്റിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു. ഹലോ. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് നേരം ഞാൻ എന്താ അങ്ങനെ കാണിക്കണമെന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് പതുക്കെ തിരിക്കാം. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കണ്ടിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയുണ്ട്. നിറച്ച് ട്രൈബൽസ് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഗോണ്ട്, കോൽ, പിന്നെ മുണ്ട ഇങ്ങനത്തെയൊക്കെ ട്രൈബ്സിൽ പെട്ട ആൾക്കാരാണ് കേട്ടോ. തേയിലത്തോട്ടങ്ങളും ബ്രഹ്മപുത്രയൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ ആസാമിലെ കുറേ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ വണ്ടി ഓടിച്ച് പോകണേ. ചെറിയ കുറേ വീടുകൾ, അത് മുളയോണ്ട് നെയ്തുണ്ട്, അല്ലാതെ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് ഷീറ്റിട്ട വീടുകളുണ്ട്. പിന്നെ വഴി അടിപൊളിയാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ പച്ചപ്പാണ്, കൂടുതലൊരു പച്ചപ്പ് കലർന്ന ഒരു ഭൂപ്രകൃതിയാണ്. നിറച്ച് കവുങ്ങുണ്ട്. പിന്നെ കുറേ കൃഷി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. കവുങ്ങാണ് പക്ഷെ കൂടുതൽ കാണുന്നത്. നോക്കിയാൽ മുളയോണ്ട് ഉണ്ടാക്കിയ വീടുകൾ അതൊക്കെ. റോയിങ്ങിലേക്ക് ഇനി 37 കിലോമീറ്ററാണ് കേട്ടോ. 40 മിനിറ്റിൽ നമ്മളെത്തും. റോഡ് അത്രയും അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഇത്രയും പെട്ടെന്ന് എത്തുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 5 മണി 6 മണിയൊക്കെ ആവുമെന്ന് വിചാരിച്ചത്. വേറൊരു റിവർ ക്രോസ് ചെയ്യണം കേട്ടോ. ഇത് രസമുള്ള സ്ഥലമല്ലേ? क्या बोल रहे थे भाई? हाँ हाँ बिग फैन मेरा कैसा कैसा? वो हमारे वीडियो बनाता है, यहाँ पे जाता ना वो। नहीं, मैं मलयालम में बनाता हूँ। हाँ ठीक है, ओके। मैं आनी नहीं जा रहा हूँ. हाँ हाँ ठीक है, ओके बाय. പിള്ളേരെ എന്നെ കണ്ടിട്ട് ബിഗ് ഫാൻ അത്ര. ഓക്കെ ബൈ. വേറെ ആരോന്ന് വിചാരിച്ചിട്ടാ കേട്ടോ എൻ്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാദിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗൺ കഴിഞ്ഞു കേട്ടോ. സാദിയ ടൗൺ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ നമ്മൾ ആസാം കഴിഞ്ഞ് അരുണാചലിലേക്ക് കടക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു കൊല്ലത്തിനിടയ്ക്ക് ഞാനൊരു 3000-3500 രൂപയ്ക്കാണ്
ഈ അരുണാചലിൻ്റെ ILP എടുത്തിട്ടുണ്ടാവും, അത്രയും രൂപയ്ക്ക്. അത് പോരാ, അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ലക്ഷ്മി വന്നപ്പോൾ വീണ്ടും എടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3000-4000 രൂപയുടെ അടിയിൽ എന്തായാലും ഈ ILPക്ക് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എടുത്തു കേട്ടോ, 14 ദിവസത്തേക്ക്. അങ്ങനെ നമ്മളിതേ അരുണാചലിലേക്ക് കിടക്കാൻ പോകാം കേട്ടോ. അവിടെ വലിയൊരു ആർച്ചൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ലോവർ ദിബാങ് വാലി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദിബാങ് വാലിയിലേക്കാണ് നമ്മൾ കിടക്കണത്. കുറേ ഉണ്ട്, ലോവർ ദിബാങ്, അപ്പർ ദിബാങ്, അങ്ങനെ പല പല ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പോൾ അനീനി ഇവിടുന്ന് 258 കിലോമീറ്റർ, റോയിങ് 23, മയൂദിയ പാസ് 78, ഹുൻലി 113. ആകെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ ഈ ILPയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല. ദിഖാനേ, പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള കട എവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രിൻ്റ് ഔട്ട് വേണം. ചില സ്ഥലത്ത് ചോദിക്കും കേട്ടോ പ്രിൻ്റ് ഔട്ട്, ചിലപ്പോൾ ചിലർ വിട്ട് കളയും. सर ये प्रिंट आउट दिखाना, ये ऑनलाइन चलता है? ठीक है, हाँ है. मैं अभी रोइंग जा रहा हूँ. हाँ, जे ലെറ്റർ ജെ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഹരികൃഷ്ണൻ ജെ എന്നാണ് ഫുൾ നെയിം. അപ്പോൾ അയാൾക്കൊരു സംശയം, ജെ എന്ന് പറഞ്ഞാൽ എന്താ ജെ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ ഇനീഷ്യലിടുന്ന പരിപാടി ഇല്ലല്ലോ. അവർക്ക് ഫുൾ നെയിമും അവരുടെ ഗോത്രത്തിൻ്റെ പേരൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ എഴുതുക. അങ്ങനെ വീണ്ടും അരുണാചലിലേക്ക് കിടക്കാൻ പോവാ. വെൽക്കം ടു ലോവർ ദിബാങ് വാലി. ഒരു വീട് നോക്കിയേ, ഇത്രയും നേരം കണ്ട പോലത്തെ ഒരു വീടാണോ നോക്കിയേ. എനിക്ക് ഈ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ ബോർഡറുകളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. എന്ത് പെട്ടെന്ന് നോക്കി, ഇത് നോക്ക്, എന്ത് പെട്ടെന്ന് ഒരു ലൈൻ വരച്ച ആ ലൈനിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരുടെ ജീവിത രീതിയും അവിടുത്തെ വെജിറ്റേഷനും എല്ലാം വ്യത്യാസം. നോക്കി, ഇത്ര നേരം കണ്ട പോലത്തെ ഒരു സ്ഥലത്ത് കൂടെ ആണോ പോകണേന്ന്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആയിട്ടാട്ടോ തോന്നുന്നത്. ആ വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ കണ്ടോ, ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. റോഡ്, ഫുട്പാത്ത് വന്നു, ഇതൊക്കെ ജനറലാണ്. പക്ഷേ ആ ഒരു ആൾക്കാരുടെ കൾച്ചറിൽ ആ ഒരു രീതി, അവരുടെ ഡ്രസ്സിങ്, വീടുകൾ ഭയങ്കര രസമാണ് കേട്ടോ ഭാഗത്തെ. ഒരു 500 മീറ്ററിൽ നമ്മളിത് റോയിങ് എത്തും കേട്ടോ. റോയിങ് എത്തുന്നതോട് കൂടിയിട്ട് അവിടെ ദൂരെ വലിയ വലിയ മലകൾ കണ്ടു തുടങ്ങി, ഹിമാലയാസ് കണ്ടു തുടങ്ങി. ഇത്ര നേരം ആസാമിൻ്റെ പ്ലെയിൻസിൽ കൂടെയാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് തങ്ങണം. ഈ റോയിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 20-30 കിലോമീറ്റർ എന്തേ ഉള്ളൂ നല്ല റോഡ്. അത് കഴിഞ്ഞ് പിന്നെ അനീനി വരെ വളരെ മോശം റോഡാണ് കേട്ടോ. ഈ കാണുന്നുണ്ടല്ലോ, എന്തോ സൺഡേ മാർക്കറ്റോ ഫ്രൈഡേ മാർക്കറ്റോ അങ്ങനെ എന്തോ ഒരു മാർക്കറ്റാണ് കേട്ടോ. അതിൻ്റെ ഫ്രെയിമുകളാണ് ഈ കിടക്കണത്. അപ്പോൾ ഞാൻ ഒരു റൂം തപ്പട്ടെ കേട്ടോ, ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് കേട്ടെ, നോക്കട്ടെ. ഈ റൂം കുഴപ്പമില്ല കേട്ടോ, 700 രൂപ സിംഗിൾ റൂമാണ്. അപ്പോൾ വണ്ടി വയ്ക്കാൻ, അകത്തേക്ക് വയ്ക്കാൻ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. റൂമിൽ ബാഗ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഒന്ന് മുഖമൊക്കെ കഴുകി പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇവിടെ അടുത്ത് സാലി എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ട്, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ലേക്കാണ്. നാളെ രാവിലെ നമ്മൾ പോകുന്ന വഴിയൊക്കെ തന്നെയാണ്, പക്ഷേ ഇന്ന് അവിടെ പോയി കാണാം. ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ, ആയിട്ടില്ല, കുറച്ച് സമയം കൂടി ഉണ്ട്. എന്താണെന്നറിയില്ല, ഡിലേ ആയിട്ടാണ് സൺസെറ്റ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചു. പിന്നെ നമുക്ക് രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, മരണം കഴിക്കാൻ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തെ റൂമിൽ നിന്ന് ആരോ സീട്ട് അടിക്കുന്നത്, അതിൻ്റെ ഒരു വൃത്തിയായിട്ട് മണം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തൊട്ട് താഴെ നോക്കിയേ ലിക്കർ സ്റ്റോറാണ് കേട്ടോ, വൈൻ ഷോപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ദിബാങ് വാലിയിലാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മിഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈബാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇതു മിഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബാണ്. അപ്പോൾ ഇവിടെ കടകളുടെ ഫ്രണ്ടിലൊക്കെ ഈ ഇതു മിഷ്മി ട്രൈബിലെ ആൾക്കാരിടുന്ന ഡ്രസ്സുകളും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുന്നുന്നതും തൂക്കിയിട്ടേക്കണൊക്കെ കാണാം കേട്ടോ. വെൽക്കം ടു സാലി ലേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. മെഹാവോ വൈൽഡ് ലൈഫ് സാങ്ച്വറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വരണം. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ദേ നമ്മുടെ ടൈഗറിൻ്റെ കാര്യമാണ്.
Reports regarding sightseeing of tiger in Mayodhya area, particularly along the 40 to 65 kilometer stretch of Roing Anini road, has been received by the undersigned, and has also been informed that the said tiger has been found roaming freely in and around Mayodhya region and has been sighted on multiple occasions. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ ആ കടുവയുടെ കാര്യമായിട്ടോ എഴുതിയേക്കണേ. പക്ഷേ ഇതൊരുപാട് പഴയതാണ്. ആ ഒരു നോട്ടീസ് എഴുതിയേക്കണത് 3 ഫെബ്രുവരി 2026. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കടുവയെ പിടിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. പിടിച്ചു എന്നല്ല, അവർ വെടിവെച്ച് കൊന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, വേറെ ആരോ. 2 കുട്ടികളും ഉണ്ട് അതിൻ്റെ. അതിവിടെ ഉണ്ടോ എന്നറിയില്ല, പോയി നോക്കാം. ഭയങ്കര സ്കെയറി സ്ഥലമാണല്ലോ. ഒരു മനുഷ്യനില്ല കേട്ടോ ഇവിടെ ഒന്നും, ആരുമില്ല. ഇതാ താഴെ കാണുന്നതാണ് ലേക്ക്. ഞാൻ പക്ഷെ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്, കുറച്ചും കൂടി ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് പ്രതീക്ഷിച്ചത്. ഏതൊക്കെയോ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ചുറ്റുന്നും. അതിങ്ങനെ ദൂരെ നിന്നാണ് കേൾക്കണത്. നമ്മളിങ്ങനെ തിക്ക് ഫോറസ്റ്റിലൊക്കെ ചെന്ന പോലെ. ഇവിടെ ആരും ഇല്ല കേട്ടോ. എന്താ ആൾക്കാരില്ലാത്തത് എനിക്കറിയില്ല. ഈ കടുവ ഇറങ്ങിക്കൊണ്ട് ഇത് അടച്ചിട്ടതാണോ എനിക്കറിയില്ല. അതെ, ഈ താഴെ കാണുന്നതാണ് ലേക്ക്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോകാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സ്പൂക്കി സ്ഥലം കേട്ടോ. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കൊലപാതകമൊക്കെ നടത്താൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലം. ആരുമില്ല. ഇത് നോക്കി, ഒരു സൗണ്ടും ഇല്ല. ആ ബിൽഡിങ് കണ്ട ശരിക്കും പേടിയാവില്ലേ കേട്ടാ? നല്ല രസമല്ലേ? ഞാനിവിടെ ഒരു ഡിസംബർ സമയത്താണ് കേട്ടോ വരുന്നത്, നോർത്ത് ഈസ്റ്റിൽ വരുന്നത്. ആ സമയത്ത് തൊട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ സജഷൻ വരുന്നുണ്ട് ഈ കടുവേനെ സ്പോട്ട് ചെയ്തത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട്. നോർത്ത് ഈ ഒരു ഭാഗത്തുണ്ട്, മയോധ്യ പാസിൻ്റെ ഭാഗത്തുണ്ട്. ഇവിടുന്ന് മയോധ്യ പാസ് പോകുന്ന വഴിയിലുണ്ട്. പക്ഷേ ഇത് ഒരു ആളെ കൊന്നപ്പോഴാണ് ഇത് ഇത്രയും പ്രശ്നമായത്. ഒരു പോലീസുകാരൻ രാത്രി 2 മണിക്കങ്ങണ്ട് ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ കടുവ അറ്റാക്ക് ചെയ്തത്. ആൾ മിസ്സിങ് ആയിരുന്നു ആദ്യം, പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ആളുടെ ബോഡി കിട്ടിയതൊക്കെ. അത് ട്രാങ്കുലൈസ് ചെയ്യുന്നതിന് പകരം ആരോ വെടിവെച്ച് കൊന്നേക്കാണ് ഈ കടുവേനെ. അപ്പോൾ 2 കപ്സ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. അതെവിടെയാണെന്ന് ഫോറസ്റ്റിനും അറിയില്ല. അതിനിപ്പോൾ പിടിച്ചുകൊണ്ട് പോയോ അതിനെയും കൊന്നോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കടുവ സീൻ. നാളെ നമ്മൾ പോണ വഴിക്കാണ് എൻ്റെ മെയിൻ ഇത് വരുന്നത്, ആ ഒരു സ്ട്രെച്ച്. ഇവിടെ ഒരു മരത്തിൽ നിന്ന് നിറച്ച് ചുമന്ന പൂക്കൾ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, എന്ത് മരമാണ് എന്ത് പൂവാന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ടായിരുന്നു കേട്ടോ ഈ പൂവ്. അപ്പോൾ ഇതിങ്ങനെ നഖത്തിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് രാക്ഷസൻ്റെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ ഒരു വഴിയില്ല. അപ്പുറത്തുണ്ട്, അവിടെ കൂടെ ഇറങ്ങാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിലേ ഇറങ്ങാം. വഴുക്കലാന്ന് തോന്നുന്നു. ഇതാണ് സലി ലേക്ക് കേട്ടോ. വെള്ളം കുറവായതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരില്ലാത്ത. കാരണം ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്നതൊക്കെ ലേക്കിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇറങ്ങി ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെള്ളമുള്ളൂ. ശരിക്കും ഇത് ഇവിടെ വരെ വരേണ്ടതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യാനില്ല കേട്ടോ. ഈ കാണുന്നതാണ് ലേക്ക്. അപ്പോൾ അങ്ങനെ കാണാൻ അത്ര ഭംഗിയുള്ള സ്ഥലമൊന്നുമല്ല. ഞാൻ കുറച്ചും കൂടിയൊക്കെ രസം പ്രതീക്ഷിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കയറാമെന്ന് വിചാരിച്ചു. മുകളിലാരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് വണ്ടിയുടെ കൊച്ച കേട്ടോ. ഏതെങ്കിലും സീരിയൽ കില്ലറാണോന്ന് അറിയില്ല. ദേ സീരിയൽ കില്ലർമാർ അവിടെ ഉണ്ട്. ഈ വണ്ടിയിൽ വന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നിറങ്ങി ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടോ. ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പാന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഒരു ബാഗിൽ നിറച്ച് ബീറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പിക്നിക്ക് പോലെ ഒരു സ്ഥലത്ത് പോവുക, അവിടെ പോയിരുന്ന് ബീർ കുടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവരങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ കടുവ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇത്രയും ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഞാനൊരു ഹൊറർ സിനിമ പിടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. ആ ലേക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയ രസമായിരിക്കും. वही कितना है? 150। कितना पीस में है? कितना पीस मिलेगा इसमें? ये हाँ ठीक है, दे दो. പോകുന്ന വഴിയേ ഒരാൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ കനലിൽ. അപ്പം കണ്ടപ്പോൾ കൊതിയായി, അങ്ങനെ വണ്ടി ഒതുക്കിയതാണ്. പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, പിന്നെ സബോളയും മുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല സ്വാദുണ്ട് കേട്ടോ.
ഞാൻ ഇത്ര നേരം വിചാരിച്ചത് കൊതി കാരണം എനിക്കിത് കഴിക്കാൻ തോന്നിയത്, പക്ഷെ അതല്ല, വിശക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി വിശക്കുന്നുണ്ടെന്ന്. ആ ഒരു ദോശയെല്ലാം നിൽക്കണേ രാവിലെ കഴിച്ചാൽ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. टाइगर का प्रॉब्लम था अभी है? अभी तो नहीं है. नहीं है. हला बोला नहीं है. കടുവയുടെ പ്രശ്നം ഇപ്പം ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. കുറേ പേര് പറയുന്നു ഇതിനെ കൊന്നു. അതിപ്പോൾ ന്യൂസിൽ ചിലതിൽ പറയുന്നു കൊന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്, ചിലതിൽ പറയുന്നു വെടിവെച്ചിട്ടില്ല, അതിൻ്റെ എന്തോ അവശിഷ്ടങ്ങളാണ് കിട്ടിയേക്കണം. അപ്പോൾ അത് മൊത്തമായിട്ട് കടുവയെ കിട്ടിയിട്ടില്ല, അപ്പോൾ അത് വേറെ ഏതെങ്കിലും ആയിരിക്കും, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ വഴിയാണ് നാളെ നമുക്ക് പോകേണ്ടത്. ചിക്കൻ നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ കറക്റ്റ് പാകത്തിന് അതിൻ്റെ കുക്കിങ് നോക്കുക. അത് അതിൻ്റെ മുകളിൽ കനലിൽ കിടന്ന് വേവണ കണ്ടാൽ തന്നെ അത് മേടിച്ച് കഴിക്കുന്നു. 150 രൂപയായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ പീസായിരുന്നു. സമയം രാവിലെ 7 മണി. ഞാൻ ബാഗും സാധനങ്ങളൊക്കെ ഡോമിക്കുട്ടൻ്റെ മേത്ത് കെട്ടിവെച്ച് സെറ്റായി അനീനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മുഖത്ത് അനീനിലേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇവിടെ നാഗാലാൻഡിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സുമോ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ അവർ സുമോൻ്റെ മുകളിൽ അവരുടെ ബാഗും സാധനങ്ങളൊക്കെ കെട്ടി വെക്കുന്ന നേരത്ത് ഈ സുമോൻ്റെ ഡ്രൈവർ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങോട്ടാന്ന്. ഞാൻ പറഞ്ഞു അനീനി എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അനീനിയിലേക്ക് ബൈക്കുകൾ കടത്തിവിടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ഇന്നലെ കുറേ പേരുടെ അടുത്ത് ചോദിച്ചാന്ന്. ഞാനിവിടെ ഈ നിൽക്കുന്ന ലോഡ്ജിൻ്റെ ആളുടെ അടുത്ത് ചോദിച്ചു, വഴിയിലൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു ഈ കടുവ പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ അവിടെ പോകാൻ, അതായത് ബൈക്ക് കടത്തി വിടുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ അന്വേഷിച്ചതാണ്. ആരും എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കുഴപ്പമില്ല, കടുവയൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആൾ പറഞ്ഞു ഞാൻ സ്ഥിരം റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്, എനിക്കറിയാതിരിക്കുമെന്ന് പറഞ്ഞത്. ആളൊരു 2 വേറെ സുമോൻ്റെ ഡ്രൈവർ ചേട്ടന്മാരെ വിളിച്ചു. അപ്പോൾ എല്ലാവരും പറയുന്നത് ബൈക്ക് കടത്തി വിടുന്നില്ല, ലോക്കൽസിനെ തന്നെ കടത്തി വിടുന്നില്ല, പിന്നെയാണോ നിങ്ങൾ ടൂറിസ്റ്റിനെ കടത്തി വിടണമെന്നാണ് ചോദിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. എന്തായാലും നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ആ റൂട്ടിൽ ഓടിച്ചു നോക്കാം. ഞാൻ എല്ലാം സെറ്റായി. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു, കുറേ വായിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യാൻ അവിടെ കാണാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ അറിയില്ല, ഇവിടുന്ന് 200 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്. 6 മണിക്കൂർ ഗൂഗിൾ മാപ്പിൽ എങ്ങനെ പോയാലും ഒരു 8-9 മണിക്കൂർ നമുക്കല്ലാതെ എടുക്കും. വഴി ഭയങ്കര മോശം, അതൊക്കെ എനിക്കറിയാം. പക്ഷേ പോയി നോക്കാം. അവർ പറഞ്ഞ ഒരു 16 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കടത്തി വിടില്ല, വേണമെങ്കിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. നമുക്ക് പെട്രോളൊക്കെ അടിച്ച് പോയി നോക്കാം പറ്റുമോ, കയറാൻ പറ്റുമോയെന്ന്. ചേടാ ഞാൻ ഈ അനീനി ഉണ്ടല്ലോ, ലക്ഷ്മി വരുമ്പോൾ അനീനി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു റൂട്ടിൽ തന്നെ നമ്മൾ ഇത്രയും ദൂരം ഗുവാഹട്ടിയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഈ റൂട്ടിൽ വന്ന് തിരിച്ചു പോകേണ്ടി വരും. പിന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലക്ഷ്മി വന്നപ്പോൾ ഈ അനീനി ഒഴിവാക്കിയത്. ലക്ഷ്മിക്ക് അനീനി പോകണമെന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് വരായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ നോക്കിയതാട്ടോ ആ സമയത്ത് വന്നിട്ട് കവർ ചെയ്യാൻ. പക്ഷേ ലക്ഷ്മിയുടെ ജോലി ദിവസവും ഒന്നുമായിട്ട് അങ്ങോട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നില്ല. പോയി നോക്കാം അല്ലേ, പോയി നോക്കാം. ഇതൊന്നും കൂടാണ്ടുണ്ടല്ലോ, ഞാൻ അനീനിയിലത്തെ ഒരു ഹോസ്റ്റലിൽ വിളിച്ച് റൂമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളും എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ലായിരിക്കും അല്ലേ, കാരണം ഈ ഒരു ഡ്രൈവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞേക്കുന്നത് കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ എന്തായാലും അനീനിയിലേക്ക് മാപ്പ് ഇട്ടിട്ട് എൻ്റെ ഒരു മറ്റേ കോൺഫിഡൻസ് ഉണ്ട്. അനീനിയിലേക്ക് മാപ്പ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയേക്കണേ. ഇവിടുന്ന് 16 കിലോമീറ്റർ 16 കിലോമീറ്ററിൽ ബ്ലോക്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണം കേട്ടോ. ഇന്ന് ഹോളിയാണ്, ഇന്ന് മാർച്ച് 4-ാം തീയതി കേട്ടോ, ഹോളിയാണ്. അതാണ് അതേ ആൾക്കാർ അവിടെ ഹോളി സെലിബ്രേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. भाई ये अनीनी के लिए बाइक अलाउड है अभी? पता नहीं है, टैंक फुल कर देना. मेरे साथ बाइक तो अलाउड नहीं है. नहीं होगा? बाइक कौन सा ना शुरू से बड़ी नहीं है. टाइगर बिना फोर्स वाला गाड़ी को उसको अलाउड. बाइक अलाउड कर रखा है क्या? हां, अननी के साइड जाने के लिए बाइक को अलाउड कर रखा है क्या? हां, പോലീസ് വാല അച്ഛാ. ഓക്കെ, അപ്പോൾ ഒരു തീരുമാനമില്ലേ. താങ്ക് യു. ആ ജീപ്പിൽ വന്നിട്ടുണ്ടല്ലോ ഈ ബൊലേറോയിൽ, അത് പോലീസുകാരനത്ര. അപ്പോൾ ആൾ പറഞ്ഞു കടത്തി വിടില്ല അത്ര. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ
ഞാൻ കുറച്ച് അധികം നേരമായിട്ട് ഓടിക്കണു. 16 കിലോമീറ്റർ എന്നല്ല, അതൊക്കെ കഴിഞ്ഞു. ഇതുവരെ ചെക്ക് പോസ്റ്റോ അങ്ങനെ ആരും നിർത്തിയിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഫോറസ്റ്റിൻ്റെ ലാൻഡാന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ നിറച്ചും പക്ഷികളുടെ ഒച്ചയും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നിർത്താൻ പറ്റില്ല കേട്ടോ, നിർത്തുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും. മയോധ്യയിലേക്ക് ഇനി ഒരു 34 കിലോമീറ്ററിന് എന്തോ ഉള്ളൂ. അപ്പോൾ ഈ മയോധ്യ വരെയാണ് ഈ പ്രശ്നമുള്ളൂ. അതായത് റോഡിൻ്റെ 2 സൈഡിലൊക്കെ ആയിട്ട് ആൾക്കാർ ഈ ടൈഗറിനെ സ്പോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പലപ്പോഴായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നോക്കാം, കുറച്ചുകൂടെ കൂടി പോയി നോക്കാം. തിവാരി ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് चेक में चेकिंग नहीं हुआ है। कहाँ पे चेकिंग? वो चेक सेल लेके नहीं यहाँ से वापस चला गया। नहीं हो पाएगा। यहाँ से दोबारा आए मत, पहले से अलाउ नहीं है बाइक। नहीं कुछ लोग बता रहा था अलाउड है, कुछ लोग बता रहा था, इसलिए मैंने आया देखने के लिए। आप यहाँ से सीधा निकल जाइए। अच्छा, आप फॉरेस्ट से? अच्छा अच्छा। अभी कितने दिन और बंद रहेगा? और लग सकते हैं 1-2 महीना। 1-2 महीना? अच्छा, अभी भी है अभी भी है टाइगर? अच्छा अच्छा अच्छा, ठीक है. അപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട്. ഇതിനു മുമ്പ് ഒരു ചെക്ക് പോസ്റ്റിൽ നിർത്തിയില്ലെന്ന് ചോദിച്ചത്. ഞാനൊരു ചെക്ക് പോസ്റ്റും കണ്ടില്ല കേട്ടോ. ടൈഗർ റേഞ്ച് ഏരിയ, ബി അവെയർ, ഡോണ്ട് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ അവസാനം എന്ന് എനിക്ക് തോന്നുന്നു. ശടാ, എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നിട്ടും ആരും ചെക്ക് ചെയ്യാണ്ടായപ്പം ഞാൻ വിചാരിച്ചു കടത്തി വിടുമായിരിക്കും, പോകാൻ പറ്റുമായിരിക്കും. എന്തൊരു കഷ്ടമാണ് നോക്കിയേ, എത്ര ദൂരത്തിന് വേണ്ടി ഓടിച്ചു വന്ന തിവാരി ഗാവ്. എടി, നിനക്കിവിടെ കടുവയുടെ പ്രശ്നമൊന്നുമില്ലേ? ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നീ ഇവിടെ സുഖമായിട്ട് കിടക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിലെ ടാക്സികൾ പോകുന്നുണ്ട്, കാറുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല, ബൈക്കിൽ പോകുന്നവർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോൾ എനിക്ക് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ താഴെ റോയിങ്ങിൽ പോയി എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് നേരം ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം എനിക്ക് അവിടെ ഒരു 5 ദിവസത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ ഇല്ല. ഒരു റഫ് റൂട്ട് ഉണ്ട്, പക്ഷേ അങ്ങനെയല്ലല്ലോ. അപ്പോൾ വെറുതെ യാത്ര ചെയ്യല്ലോ, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കോണ്ടൻറ്റ് ക്രിയേഷനൊക്കെ ഉള്ളപ്പോൾ കുറച്ച് നമുക്കൊരു ചെറിയൊരു ഐഡിയ ആ റൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവേണ്ടതെന്ന്. അപ്പോൾ ഞാനതൊക്കെ പോകുന്നതിന് 2 ദിവസം മുമ്പാണ് നോക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഇരുന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ തൃശ്ശൂർ എറണാകുളം റൂട്ടിലൊരു കൊല്ലത്തിൽ എത്ര പേര് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ടാവും? കുറേ പേരുണ്ടാവില്ലേ? അപ്പോൾ പക്ഷേ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇതിപ്പോൾ എത്രയോ കൊല്ലത്തിൽ ഒരാളെ ആണ് മരിച്ചേക്കണേ. അത് കഷ്ടമാണ്, ആൾ മരിച്ചത് ഇതാണ്. പക്ഷെ എന്നാലും ലോജിക്ക് കിട്ടുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ? വാലാട്ടിയാൽ മതി. ബൈ.